ഹലോ, വീട്ടമ്മമാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ടിപ്സുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. കിച്ചണിലെ സിങ്കൊക്കെ നല്ല പുതുപുത്തം പോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഏത് ഷാമ്പൂ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഞാൻ പമ്പ് ചെയ്തപ്പോൾ കുറച്ചേറെ വീണ് പോയിട്ടുണ്ട്. ഇത്രയൊന്നും എടുക്കണ്ട. കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ഉപ്പും സോഡാപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ഉരച്ച് കൊടുക്കാം. അതിനുശേഷം വാഷ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കാണാം നമ്മുടെ സിങ്ക് നല്ല പുത്തം പോലെ ഇരിക്കുന്നത് കാണാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കയ്യിലുള്ള കത്തിക്ക് മൂർച്ച കൂട്ടാനായിട്ട് നമ്മൾ വേറൊരു കത്തി എടുത്തിട്ട് അതിലിങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുക. അതല്ല എങ്കിൽ അടുത്തൊരു ടിപ്പെന്ന് വെച്ചാൽ ഒരു കപ്പ് എടുക്കുക, ആ കപ്പിൽ ഇതുപോലെ റബ്ബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പിച്ചാത്തിക്ക് നല്ല മൂർച്ച കിട്ടും. അപ്പോൾ നാരങ്ങയൊക്കെ കേടുകൂടാതെ കുറേ നാൾ നമുക്ക് സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് കുറച്ച് എണ്ണ പുരട്ടിയിട്ട് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ച് സൂക്ഷിക്കുക. അതല്ല എങ്കിൽ ഒരു കണ്ടെയ്നറിനകത്ത് വെള്ളം നിറച്ചിട്ട് അതിലേക്ക് ഈ നാരങ്ങ ഇട്ടിട്ട് സൂക്ഷിക്കാവുന്നതാണ്. ബിഗിനേഴ്സിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടിപ്പാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെജിറ്റബിൾസൊക്കെ അരിയണമെന്നുണ്ടെങ്കിൽ പയർ, ബീൻസ് അല്ലെങ്കിൽ വെണ്ടയ്ക്ക അതൊക്കെ അരിയണമെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ അരിഞ്ഞെടുക്കാനും നമ്മുടെ ടൈം സേവ് ചെയ്യാനായിട്ട് ഇതുപോലൊരു റബ്ബർ ബാൻഡ് ഇട്ടതിന് ശേഷം അരിഞ്ഞെടുത്താൽ മതി. നമുക്ക് പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ നമുക്കിത് അരിഞ്ഞെടുക്കാൻ സാധിക്കും. ചെറിയ മീനൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് വെട്ടാനായിട്ട് ഭയങ്കര പ്രയാസമല്ലേ. പക്ഷേ ഒരു സിസേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് വേഗം തന്നെ ഇത് വെട്ടിയെടുക്കാവുന്നുള്ളതേ ഉള്ളൂ. ആദ്യമായിട്ട് ഞാൻ ഇതിൻ്റെ ചെതുമ്പലെല്ലാം മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ചെതുമ്പലും ആ വെള്ളവും കൂടെ ഞാൻ കറിവേപ്പിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം നല്ലൊരു വളം കൂടിയാണ്, പെട്ടെന്ന് കറിവേപ്പൊക്കെ തഴച്ച് വളരാനായിട്ട് സഹായിക്കും. ചെതുമ്പിലൊക്കെ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വേറൊരു പാത്രത്തിലോട്ടിട്ടിട്ട് വേറെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് വെട്ടിയെടുക്കാം.
അപ്പോൾ ഞാൻ സിസേഴ്സ് ഉപയോഗിച്ചാണ് വെട്ടുന്നത്. അപ്പോൾ നമ്മൾ അതിനായിട്ട് വേറൊരു പാത്രം എടുക്കുക. അതിലോട്ട് വേണം ഇതിൻ്റെ തലയും കുടലും വാലും ഒക്കെ നമ്മൾ വെട്ടിയിടാനായിട്ട്. മറ്റേതിനകത്തോട്ട് വെട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വെട്ടിയ മീൻ ഏതാ, പിന്നെ എല്ലാം കൂടി ഇങ്ങനെ കുടലും എല്ലാം കൂടെ മിക്സ് ആയിട്ട് പിന്നെ നമുക്ക് അതിനകത്ത് നിന്ന് പിടിക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ചെറിയ മീനുകളൊക്കെ വെട്ടുമ്പോൾ ഇതുപോലെ തലയൊക്കെ വേറൊരു പാത്രത്തിലോട്ട് വേണം വെട്ടിയിടാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് വെട്ടിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ മീനൊക്കെ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഇതുപോലൊരു കണ്ടെയ്നറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ ആ ഒരു ഫ്രഷ്നെസ് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ഇതിനെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുമ്പോൾ ഒരു ഉണക്കമീൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇനി അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വിച്ച് ബോർഡിലൊക്കെ ഇങ്ങനെ അഴുക്ക് പിടിച്ചിരിക്കുമ്പോൾ നമ്മളത് ക്ലീൻ ചെയ്യാനായിട്ട് വെള്ളമൊന്നും ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ ഒരു തുണിയിൽ കുറച്ച് ഓയിലെടുക്കുക, അത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. സ്ക്രബ് ചെയ്തിട്ട് നമ്മൾ മറ്റേ എൻഡ് കൊണ്ട് തുണിയുടെ മറ്റേ എൻഡ് കൊണ്ട് തുടച്ചു കൊടുക്കുക. അപ്പോൾ നല്ല ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പിന്നെ പവർ പ്ലഗിനകത്തൊക്കെ പവർ സോക്കറ്റിനകത്തൊക്കെ വെള്ളം കയറിയിട്ട് പിന്നെ നമുക്ക് കറണ്ടൊക്കെ അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആരും വെള്ളമൊന്നും ഒഴിച്ച് ക്ലീൻ ചെയ്യാതെ ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. ഉള്ളിയൊക്കെ അരിയുമ്പോൾ കണ്ണെരിയാതിരിക്കാനുള്ള ടിപ്പാണ് ഇത്. അപ്പോൾ നമ്മൾ അരിയാനെടുക്കുന്ന കത്തിയിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുക. അതിന് ശേഷം അരിഞ്ഞാൽ നമ്മുടെ കണ്ണൊക്കെ എരിയാതിരിക്കും. അതല്ല എങ്കിൽ നമ്മൾ ഉള്ളി പൊളിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ, ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം അരിയാണെങ്കിലും കണ്ണെരിയാതിരിക്കും. അപ്പോൾ ഈ ടിപ്സൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.